അസ്സാം വലൈക്കും. പിന്നെ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് രാവും പകലും സൃഷ്ടിച്ചു തന്നത്, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലെ സൃഷ്ടാവിന്റെ പങ്ക് എന്താണ്? ഈ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം കൂടിയാണിത്. അപ്പോൾ ഞാൻ സബ്ജക്റ്റിലേക്ക് പോവാണ്. അധ്യായം 28 സൂറ അൽ ഗസസിൽ 59 മുതൽ 75 വരെയുള്ള സൂക്തങ്ങളാണ് പറയുന്നത്. അല്ല 59 പറയുന്നത്, രാജ്യങ്ങളുടെ കേന്ദ്രത്തിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ജനങ്ങൾക്ക് ഓദിച്ച് കേൾപ്പിക്കപ്പെടുന്ന ഒരു ദൂതനെ അയക്കുന്നത് വരേക്കും നിന്റെ രക്ഷിതാവ് ആ രാജ്യങ്ങളെ നശിപ്പിക്കുന്നവനല്ല. രാജ്യക്കാർ അക്രമികളാവുമ്പോഴല്ലാതെ നാം രാജ്യങ്ങളെ നശിപ്പിക്കുന്നതല്ല. അപ്പൊ ഇവിടെ പറയുന്നത് ലോക രാജ്യങ്ങളുടെ കേന്ദ്രമാണ് സൗദി അറേബ്യ എന്ന് പറയുന്നത്. ഈ സൗദി അറേബ്യയിൽ തന്നെയാണ് വിശുദ്ധ കഅബാലയം സൃഷ്ടിക്കപ്പെട്ടതും അള്ളാഹുവിന്റെ പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചതും അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥായ ഖുർആന് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഇറക്കപ്പെട്ടതൊക്കെ ഈ ഒരു ലോക രാജ്യങ്ങളുടെ കേന്ദ്രത്തിലാണ്. മറ്റൊന്ന്, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനി ഏത് രാജ്യക്കാരാണോ അക്രമികളാകുന്നത്, അല്ലെങ്കിൽ അവര് അനീതിയിൽ ജീവിക്കുന്നവര്, അവരിലേക്കാണ് അള്ളാഹുവിന്റെ ശിക്ഷകൾ വരുന്നതെന്ന് ഇവിടെ പറയുന്നുണ്ട്. അക്രമികളാവുമ്പോഴാണ് രാജ്യങ്ങളെ നശിപ്പിക്കുന്നതെന്ന്. അപ്പൊ നമ്മൾ ഓരോ രാജ്യങ്ങളും പല ശിക്ഷകളും നമ്മളിങ്ങനെ കേൾക്കാം, ഓരോ പ്രകൃതിക്ഷോഭങ്ങളായിട്ടും ഓരോ ഫ്ലഡായിട്ടും ഒക്കെ. അപ്പൊ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്ന് പറയുന്നത് അവരുടെ അക്രമങ്ങൾ അനീതികൾ വർദ്ധിക്കുന്നത് കൊണ്ടാണ് രാജ്യങ്ങളിലേക്ക് നാശങ്ങൾ വരുന്നത്. അപ്പൊ അന്ത്യനാളിന് മുന്നിൽ എല്ലാ രാജ്യങ്ങളെയും ഞാൻ നശിപ്പിക്കുന്ന അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ ഓരോ ആളുകളും അക്രമങ്ങളും അനീതിയും കൂടുന്നതിനനുസരിച്ചാണ് അവരെ അല്ലെങ്കിൽ ആ രാജ്യത്തെ നശിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൽ 68 പറയുന്നത്, നിന്റെ രക്ഷിതാവ് ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുകയും ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അവർക്ക് തെരഞ്ഞെടുക്കാൻ അർഹതയില്ല. അള്ളാഹു എത്രയോ പരിശുദ്ധനും അവൻ പങ്കു ചേർക്കുന്നതിനെല്ലാം അതീതനായിരിക്കുന്നു. അപ്പൊ യഥാർത്ഥ സൃഷ്ടാവിനെ നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നമ്മൾ പങ്കു ചേർക്കാൻ നമ്മൾ ധൈര്യം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും മനുഷ്യർ എത്രയോ അള്ളാഹുവിനെ മോശമായ രീതിയിലാണ് പങ്കു ചേർക്കുന്നത്. ഇതിൽ 69 പറയുന്നുണ്ട്, അവരുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്നതും അവർ പരസ്യമാക്കുന്നതും നിന്റെ രക്ഷിതാവ് അറിയുന്നു. ഇപ്പം നമ്മള് മനസ്സിലുള്ളത് സൃഷ്ടാവിന് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അതുപോലെ നമ്മൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അവൻ അറിയുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹൃദയത്തിൽ അള്ളാഹു വസിക്കുന്നുണ്ട് എന്ന്. ഇത് നമ്മൾ ഖുർആനിന്നും ബൈബിളിനും ഭഗവത്ഗീതയെന്നും നമ്മൾ തെളിവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഒരംശം നമ്മളെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ടാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. ഇനി അവനത്രേ അള്ളാഹു അല്ലാതെ യാതൊരു ദൈവവുമില്ല. ഈ ലോകത്തും പരലോകത്തും അവനാകും സ്തുതി. അവനാണ് വിധികർത്താവും. അമലിലേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുന്നതും. ഇനി അതിൽ 71 പറയുന്നത്, നബിയെ പറയുക, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുവരെ അള്ളാഹു നിങ്ങളുടെ മേൽ രാത്രിയെ ശാശ്വതമാക്കിയിരുന്നെങ്കിൽ അള്ളാഹു അല്ലാതെ ഏതൊരു ദൈവമാണ് നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുവന്ന് തരിക? എന്നിരിക്കെ നിങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നില്ലേ? അള്ളാഹു നമ്മളോട് ചോദിക്കാണ്, നിങ്ങൾ എന്നും രാത്രി ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആരാണ് പകല് കൊണ്ടുവന്ന് തരിക എന്ന്. ഇനി ഇവിടെ പറയുന്നുണ്ട്, പറയുക, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഉയർത്തെഴുന്നേൽപ്പിന്റെ നാള് വരെ അള്ളാഹു നിങ്ങളുടെ മേൽ പകലിനെ ശാശ്വതമാക്കിയിരുന്നെങ്കിൽ അള്ളാഹു അല്ലാതെ ഏതൊരു ദൈവമാണ് നിങ്ങൾക്ക് വിശ്രമിക്കാൻ ഒരു രാത്രി കൊണ്ടുവന്ന് തരിക? എന്നിരിക്കൽ നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നില്ലേ? അപ്പൊ നമ്മൾ ആലോചിച്ചാൽ രാവും പകലും മാറി മാറി സഞ്ചരിക്കണം. അപ്പൊ അതിൽ ഒരു പക്ഷെ നമുക്ക് എന്നും രാത്രിനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കാലാകാലവും ഇരുട്ട് മാത്രമായിരുന്നെങ്കിൽ, ഒരു പക്ഷെ തണുത്തുറഞ്ഞ് ഒരു പക്ഷെ മനുഷ്യനൊക്കെ നശിച്ചു പോയിട്ടുണ്ടാവും. മനുഷ്യനും ജന്തു ജീവജാലങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ടാവും. ഇനി അതേ സ്ഥാനത്ത് സൂര്യന് മാത്രമാണ് ഉദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്, നമുക്ക് ഫുള്ള് പകല് മാത്രമായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഭൂമിയിൽ ഒന്നാകെ അഗ്നി കൊണ്ടായിരിക്കും. കാരണം കത്തിക്കരിഞ്ഞ് എല്ലാ ജന്തു ജീവജാലങ്ങളും നശിക്കുകയും. കാരണം അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും അള്ളാഹു നമ്മളെ പ്രത്യേകം ക്രമീകരിച്ചുകൊണ്ടാണ് നമ്മളെ അള്ളാഹു സംരക്ഷിക്കുന്നത്. കാരണം രാവും പകലും മാറി മാറി നമുക്ക് അള്ളാഹു നൽകുന്നുണ്ട്. അത് അള്ളാഹുവിന്റെ കൈകളുടെ പ്രവൃത്തിയാണെന്ന് നമ്മൾ 3 ഗ്രന്ഥം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അള്ളാഹു ഈ പ്രപഞ്ചത്തെ താങ്ങുന്നത് എൻ്റെ ഒരു അംശം കൊണ്ടാണെന്ന് ഭഗവത്ഗീത പറയുന്നുണ്ട്. പിന്നെ അള്ളാഹുവിന്റെ കൈകളാണ് ഈ പ്രകൃതിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതേപോലെ ബൈബിളില് കർത്താവിന്റെ കൈകളാണ് ഈ ആകാശം സൃഷ്ടിച്ചതും ഭൂമിയെ സൃഷ്ടിച്ചതും സൂര്യനെയും ചന്ദ്രനെയും മാറി എല്ലാ ആ ഒരു കാര്യത്തിൽ. കാരണം നമ്മൾ പറയുന്നുണ്ട്, ഓരോ ഗ്രഹങ്ങളും അല്ലെങ്കിൽ സൂര്യനാവട്ടെ ചന്ദ്രനാവട്ടെ ഭൂമി ആവട്ടെ എല്ലാം അതിന്റെ നിശ്ചിത ഭ്രമണത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്.
കൃത്യമായ ക്രമീകരണത്തോടു കൂടിയാണ് അള്ളാഹു അതിനെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു 5 മിനിറ്റ് ഒരു പക്ഷേ അതിൽ എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്കൊക്കെ അത് ബാധിക്കുമായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് അള്ളാഹു അത്രയും പറഞ്ഞത്, ഈ രാത്രി മാത്രം നിങ്ങൾക്ക് ശാശ്വതമാക്കിയിരുന്നെങ്കിൽ പകൽ ആരാ കൊണ്ടുവന്നിരിക, അല്ലെങ്കിൽ പകല് മാത്രം ശാശ്വതമാക്കിയിരുന്നെങ്കിൽ രാത്രി നിങ്ങൾക്ക് ആരാ കൊണ്ടുവന്നിരിക എന്ന്. അപ്പൊ സൃഷ്ടാവിന്റെ കൈകളുടെ ഒരു പ്രവർത്തിയാണ്, സൃഷ്ടാവിന്റെ കൈകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ആ ഒരു അംശം തന്നെയാണ് ഇവിടെയും പ്രവർത്തിക്കുന്നത്. അവന്റെ കാരണത്തിൽ അവൻ നിങ്ങൾക്ക് രാവും പകലും ഉണ്ടാക്കി തന്നിരിക്കുന്നു. രാത്രി നിങ്ങൾ വിശ്രമിക്കുവാനും പകൽ സമയത്ത് നിങ്ങൾ അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടിക്കൊണ്ടുവരാനും നിങ്ങൾ നന്ദി കാണിക്കാനും വേണ്ടി. ഇപ്പൊ ഇവിടെ ഈ കാര്യത്തിൽ നമ്മൾ നന്ദി കാണിക്കുന്നുണ്ടോ? കാരണം നമ്മൾ സൃഷ്ടാവിനെ പറ്റി എന്തെല്ലാം മോശമായ രീതിയിൽ മനുഷ്യരൊന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ യഥാർത്ഥ സൃഷ്ടാവ് എന്ന് പറയുന്ന അവന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നമ്മൾ ഓരോ സെക്കൻഡും ജീവിച്ചിരിക്കുന്നത്. ഒരു പക്ഷെ ഒരു 10-15 മിനിറ്റോ അവന്റെ കൈകൾ അല്ലെങ്കിൽ ആ ഒരു അംശം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മൾ മരണപ്പെട്ടു പോവാം, അല്ലെങ്കിൽ നമ്മൾ ബോധരഹിതരായിട്ട് വീഴാം. ഇനി ഇവിടെ പറയുന്നുണ്ട്, അള്ളാഹു അവരെ വിളിക്കുകയും എൻ്റെ പങ്കാളികളെന്ന് നിങ്ങൾ ജലിപ്പിച്ചു കൊണ്ടിരുന്നവർ എവിടെ എന്ന് ചോദിക്കുകയും ചെയ്യുന്ന ദിവസം. അപ്പൊ നമ്മൾ അള്ളാഹുവിന് പുറമെ മറ്റു ദൈവങ്ങളെ നമ്മൾ വിളിച്ചിട്ട് ലാസ്റ്റ് നമ്മുടെ പരലോക ജീവിതത്തിലേക്ക് അള്ളാഹു അഥവാ നമ്മളെ നീതി നടപ്പിൽ വരുത്തുന്ന സമയം അള്ളാഹു ഏത് സമുദായത്തിന് എന്താ പറയാ പ്രവാചകനാണോ അയക്കപ്പെട്ടത്, അല്ലെങ്കിൽ വേദവിജ്ഞാനം ആർക്കാണോ നൽകപ്പെട്ടത്, അവരെയും വിളിക്കും, ആ സമുദായത്തെയും വിളിച്ചുകൊണ്ട് അള്ളാഹു നീതി നടപ്പിൽ വരുത്തും. ഓരോ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെന്ന് നാം പുറത്തു കൊണ്ടുവരുന്നതാണ്. എന്നിട്ട് ആ സമുദായത്തോട് നിങ്ങളുടെ തെളിവ് നിങ്ങൾ കൊണ്ടുവരുമെന്ന് നാം പറയുകയും ചെയ്യും. അപ്പൊ ന്യായം അള്ളാഹുവിനുള്ളതാണെന്ന് അവർ മനസ്സിലാക്കുകയും അവർ കെട്ടിച്ചമച്ചു കൊണ്ടിരുന്നതെല്ലാം അവരെ വിട്ട് മാറിപ്പോവുകയും ചെയ്യും. അപ്പൊ യഥാർത്ഥ സത്യം അവർക്ക് അവിടെ നിന്ന് മനസ്സിലാവും, പക്ഷെ അവർ വിശ്വസിച്ചത് എന്തിനായിരുന്നോ അത് അവരെ കൈവിട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് 2 ലോകവും നഷ്ടമാവുന്ന രീതിയിലാണ് അവരുടെ പ്രവൃത്തികൾ അന്ന് വരുന്നത്. ഇനി മറ്റൊരു കാര്യം നമ്മൾ അധ്യായം 41 ഫുസ്സിലത്തിൽ 53 പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ ശരീരത്തിലും നമ്മുടെ ശരീരത്തിന്റെ പുറത്തും സൃഷ്ടാവിന്റെ തെളിവുകൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഖുർആൻ സത്യമാണെന്ന് പറയുകയും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കൈകളിൽ അള്ളാഹുവിന്റെ നാമം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കുന്നതൊക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്നൊക്കെ നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. അധ്യായം 10 യൂനുസ് 61, സൂറ അർ-റഹദിൽ അധ്യായം 13 33, സൂറ അൽ ഇസ്രാഹിൽ 17 96. ഇത് നമ്മൾ മുന്നെടുത്ത സബ്ജക്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സൂക്തം മാത്രം പറയുന്നത്. അതിലൊക്കെ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അള്ളാഹുവിന്റെ നാമം ഉള്ളതുകൊണ്ട് അള്ളാഹു എല്ലാ പ്രവൃത്തിയും അറിയുന്നുണ്ട്, നമുക്ക് മേൽ സാക്ഷിയാണ് എന്നുള്ള ഭാഗങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ. അപ്പൊ അതിൽ തന്നെ അധ്യായം 13 43 പറയുന്നത്, പറയുക, എനിക്കും നിങ്ങൾക്കും ഇടയിൽ സാക്ഷിയായി അള്ളാഹു മതി, ആരുടെ പക്കലാണോ വേദവിജ്ഞാനമുള്ളത് അവരും മതി. അപ്പൊ ഇവിടെ അള്ളാഹു പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാല്, എനിക്കും നിങ്ങൾക്കും ഇടയിൽ സാക്ഷിയായിട്ട് അള്ളാഹു മതി. അപ്പൊ നമ്മളെ കൈകളിൽ നമ്മുടെ ശരീരത്തിൽ പല രീതിയിൽ അള്ളാഹുവിന്റെ സാക്ഷിയായിട്ട് അള്ളാഹു ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നാളെ നമുക്ക് നമ്മളെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് നിസ്സാരമായി നമുക്കെല്ലാം പറഞ്ഞു തരാൻ കഴിയും. അപ്പൊ ആരുടെ പക്കലാണോ വേദവിജ്ഞാനമുള്ളത് അവരും മദീന. അപ്പൊ ആർക്കാണോ ഈ അറിവ് അള്ളാഹു കൊടുത്തത് അവരെയും സാക്ഷിയായിട്ട് അള്ളാഹു വിളിക്കും. അതിന് പുറമെ നമ്മുടെ ശരീരത്തിൽ അള്ളാഹുവിന്റെ സാക്ഷിയുണ്ട്. അപ്പൊ അതും മതി, സൃഷ്ടാവും മതി. ഈ 3 കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മളെ നന്മ തിന്മകളെ വേർതിരിക്കാനും നമുക്ക് നീതി നടപ്പിൽ വരുത്താനും അള്ളാഹു തന്നെ ധാരാളമാണ്. അപ്പൊ നമ്മളെല്ലാ സത്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഓരോ സെക്കൻഡും നമ്മൾ അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുക. കാരണം നമ്മളെ നിത്യജീവിതത്തിൽ നമ്മൾ ഒരു പക്ഷേ നമുക്ക് വേണ്ടപ്പെട്ടവരെ നമ്മൾ പല സമയങ്ങളിൽ ആലോചിക്കുന്നവരാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ ഓരോ സാഹചര്യത്തിൽ ആലോചിക്കും. ഓരോ സാഹചര്യത്തിൽ നമ്മൾ അവരെ മറവി കൊണ്ട് നമ്മളത് മനസ്സിൽ നിന്ന് വിടുകയും ചെയ്യും. പക്ഷെ അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹു ഓരോ സെക്കൻഡും നമ്മളെ മാത്രമാണ് അള്ളാഹു സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമുക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. അസ്സലാമു അലൈക്കും.